ഞങ്ങളുടെ പുതിയ വീട് വെച്ചിട്ട് ഇന്നത്തേക്ക് 2 വർഷമാകാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു നല്ല ദിവസമായത് കൊണ്ട് തന്നെ ഞങ്ങൾ 4 പേരും അമ്പലത്തേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. ഞാനും അപ്പോൾ ഒരു 7 മണിയാകുമ്പോൾ നീച്ച് കുളിച്ചൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ നേരത്തെ ഒരു 4:30-5 മണിയൊക്കെ ആകുമ്പോൾ നീച്ച് അമ്മേൻ്റെ പണിയൊക്കെ ഒരുക്കി വെക്കും കേട്ടോ. പിന്നീട് ഞങ്ങളെല്ലാവരും റെഡിയായതിനു ശേഷം ഒരു അമ്പലത്തേക്ക് വിട്ടു. അപ്പോൾ ചെമ്മന്തട്ട അമ്പലത്തേക്ക് കൂടി കയറിയതിന് ശേഷം ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ കൂടെ നല്ല പേരുള്ള മയിൽ പോകുന്നത് കണ്ടു കേട്ടോ. വീട്ടിലെത്തിയതിന് ശേഷം അമ്മ രാവിലെ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിച്ചു കേട്ടോ. ഇവിടെ ഉച്ചത്തേക്കുള്ള ഭക്ഷണം സെറ്റാക്കാൻ വേണ്ടിയിട്ട് അമ്മ നേരെ കിച്ചണിലേക്ക് കയറി. അപ്പോൾ അമ്മ മത്തനും മമ്പയറും ഫസ്റ്റ് തന്നെ സെറ്റാക്കി വെച്ചു. പിന്നീട് ഒരു ഉപ്പേരി വെച്ചു, പയറുപ്പേരി ആയിരുന്നു. അപ്പോൾ ഞാനും കുറച്ച് സഹായിച്ചു. അത് കഴിഞ്ഞ ശേഷം ഞാനും അമ്മയും പാലട വെച്ചു. ഇത് അമ്മേൻ്റെ സ്പെഷ്യൽ പിങ്ക് പാലടയാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞങ്ങൾ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഇടും, വേണ്ടവർക്ക് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഭക്ഷണം എല്ലാം സെറ്റായതിന് ശേഷം ഞങ്ങൾ 3 പേരും വാഴയില വെട്ടാൻ വേണ്ടി പോയി. എന്തായാലും ചെറിയൊരു സദ്യയല്ലേ, അപ്പോൾ ഇലയിൽ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മ ഇലയൊക്കെ വെട്ടുന്നുണ്ട്. അപ്പോൾ അഭി സഹായിക്കാൻ വേണ്ടിയിട്ട് ഇലയൊക്കെ പിടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ വാഴേൻ്റെ അപ്പുറത്ത് തന്നെ ആയിട്ടൊരു മാവുണ്ട്. അപ്പോൾ അവിടുന്ന് കുറേ മാങ്ങ ചാടി കിടക്കുന്നുണ്ടായിരുന്നു. മാങ്ങ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അവർ 2 പേരും അത് എടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ വീണ് കിടക്കുന്നൊരു മാങ്ങ എടുക്കാനുള്ള ശ്രമത്തിലാണ് അഭി. അപ്പോൾ ഇത്രയും മാങ്ങ കിട്ടിയിട്ടുണ്ട്. അച്ചാറ്, പുളിയിഞ്ചി, പയറുപ്പേരി, മസാല, കൊണ്ടാട്ടം, പപ്പടം, മത്തനും മമ്പയറും, മാങ്ങ ചമ്മന്തി, പഴം, ചോറ്, സാമ്പാർ, മാമ്പഴ പുളിശ്ശേരി, വെള്ളം, മോര്, പാലട. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി ഞങ്ങളുടെ ഫേവറേറ്റ് ടൈമാണ് കേട്ടോ. ഞങ്ങൾ എപ്പോഴും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരുമിച്ചിരുന്ന് ഞങ്ങൾ 4 പേരും ഒരുമിച്ചിരുന്ന് കുറച്ച് നേരം ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ വർത്താനം പറയും, കുറേ നേരം ചിരിക്കും. ഇത് ആക്ച്വലി ഞങ്ങളുടെ ഫേവറേറ്റ് ടൈമാണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞ ശേഷം നല്ല ഇടിയും മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 7 മണിയാകുമ്പോൾ ഞങ്ങൾ ആലപ്പുഴ ജിംഖാന കാണാൻ വേണ്ടി പോയി. അടിപൊളി സിനിമയായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.